നല്ല ചൂടാണല്ലേ. കുറച്ച് മാസങ്ങളായി നമ്മൾ നല്ല ചൂടിലിങ്ങനെ വെന്തുരുകാണ് പകലും രാത്രിയിലൊക്കെ. രാത്രിയിൽ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ കിടക്കണമെങ്കിൽ സത്യം പറഞ്ഞ AC വേണം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും സംശയം ഉണ്ടാവും AC ഏത് കമ്പനി വേണം, എത്ര സ്ക്വയർ ഫീറ്റിൽ എത്ര ടണ്ണ് വേണം. ഇപ്പം വരുന്ന AC-കളൊക്കെ ഇൻവെർട്ടർ AC ആണ് വരുന്നത്. AC വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 100 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് 1 ടൺ AC മതി. 100 സ്ക്വയർ ഫീറ്റിന്റെ പുറത്തേക്ക് നിങ്ങളെ റൂം പോകുന്നുണ്ടെങ്കിൽ 1 ടൺ AC വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് വളരെ കുറവാകാൻ ചാൻസ് ഉണ്ട്. അതിൽ മേലോട്ട് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 1.5 ടൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് കൂളാവും നമ്മളെ റൂം. കറണ്ട് ചാർജ് വളരെ കുറവാക്കാനും ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് 5 സ്റ്റാർ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആണ്. ഏത് കമ്പനി വാങ്ങിക്കുന്നത് ഞാൻ പറയുന്നത്, നിങ്ങൾ AC വാങ്ങാൻ പോകുമ്പോൾ മിക്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ പോകാതെ AC മാത്രം ചെയ്യുന്ന ഇലക്ട്രോണിക് ഷോപ്പ് പോയിട്ട് AC വാങ്ങണം. നിങ്ങളെ നിർബന്ധത്തിന് ആ ഒരു സ്റ്റെബിലൈസർ വാങ്ങി വെക്കുക. ജനറൽ എന്ന കമ്പനി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ്. AC ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കൂളാവും. കൂളിങ്ങിന് അതൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും. പെർഫോമൻസ് തന്നെ വളരെ വ്യത്യാസം. രണ്ടാമത് മിസ്റ്റുബിഷിന്റെ ഇലക്ട്രിക്. മൂന്നാമത് നിങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് അതിലേക്കൊന്നും പൈസ എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെയ്ക്കിനും പാനസോണിക് ഒന്നും കൂടി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പാനസോണിക് ആണ്. 3 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ നിങ്ങളെ പൈസയുടെ ഐഡിയ പോലെ. ജനറല്, മിസ്റ്റുബിഷി, ഡെയ്ക്കിൻ, പാനസോണിക് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലൂ സ്റ്റാർ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് ബ്ലൂ സ്റ്റാർ കഴിഞ്ഞാൽ LG, IFB, ഗോദ്രേജ്, ലോയിഡ് അത്ര വരുമ്പോൾ തന്നെ ഒരു മനസ്സമാനത്ത് കടന്നുറങ്ങണ്ടേ. അപ്പോൾ ആ ഒരു AC നിർബന്ധമായിട്ട് വാങ്ങിക്കോളി. താങ്ക് യു.